നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നല്ല മഴ, ഏകദേശം 1 മണിക്കൂറിന് മേളായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ മഴയായതുകൊണ്ട് നമ്മളിങ്ങനെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നു. മഴ കുറേട്ടെ പക്ഷേ പറ്റിയില്ല. നമ്മൾ വർക്കലയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതിന് ഒരുപാട് കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ലാത്ത കോൾ, 3 കാരണം 2 നമ്പറിലേ വരാനുള്ളൂ. വാട്സാപ്പ് നമ്പറിലേക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മളിവിടെ ഒരു വലിയൊരു കൃഷിക്ക് ഉപയോഗിക്കുന്ന വലിയൊരു കിണറ്റിനകത്താണ് ഒരു അണലി അതിഥി കിടക്കുന്നു എന്ന് പറഞ്ഞൊരു വിളിക്കുകയുണ്ടായത്. എന്നാൽ നല്ല ശക്തിയായിട്ട് മഴ കൊടുക്കുന്നാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് നോക്കാം. മഴ ഉറച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കിണറ്റിൻ്റെ വശമെല്ലാം വെള്ളം നനഞ്ഞ് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് നോക്കാൻ. നമ്മുടെ അതിഥി ആരാണ്? നമ്മളെന്തായാലും ഇത്രയും വലിയ കിണർ നമ്മുടെ നാട്ടിൽ നമ്മൾ അപൂർവമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ യാത്രക്കിടെ നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പോയ സമയത്തൊക്കെ ഇതുപോലെ വലിയ കിണറാണ്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ആദ്യം ഇതിന് നമ്മൾ സാധാരണ കിണറെന്ന് പറയാറില്ല. ഇത് പിന്നെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന, പണ്ടറിയാം കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് പറമ്പിങ്ങനെ നടക്കുമ്പോൾ അവിടെയൊക്കെ കൃഷിക്ക് തെങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് നല്ല ആഴമുണ്ടോ? അത് നല്ല ആഴമുണ്ടോ? 15 അടിയോളം. അപ്പോൾ ഈ അടുത്തുള്ള കിണറ്റിലൊന്നും വെള്ളം പറ്റില്ലായിരിക്കുമല്ലോ വേനലിൽ? ഇല്ലല്ലേ? അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ കണ്ടില്ല. ഇവർ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇവിടെ നോക്കി നിൽക്കുന്നു. ആ സമയത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ചപ്പ് നന്നായിട്ട് വളർന്നല്ലോ. അപ്പോൾ ചപ്പിൻ്റെ ഇടയിലായിട്ട് കയറി ഇരിക്കണമെന്ന് അറിയില്ല. മഴ പെയ്യുമ്പോൾ അറിയില്ല. മഴ മേളിൽ നിന്ന് വീഴുമ്പോൾ അത് എവിടെയെങ്കിലും അങ്ങ് ഒതുങ്ങും, പെട്ടെന്ന് വെള്ളം വീഴും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇറങ്ങിയെടുക്കുക അസാധ്യമാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല ഇട്ട് അല്ലെങ്കിൽ നമ്മൾ കുരുക്കിട്ട്, നമ്മൾ സാധാരണ ഈ ചെയ്യുന്നത് കുരുക്കിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്തായാലും മഴ നന്നായിട്ട് ശക്തി കൂടുന്നുണ്ട്. പിന്നെ ഇത് ഈ ഹൈറ്റ് ഇത്ര ഉണ്ടായിരുന്നല്ലോ? ആളുകൾ ഇടിച്ചകത്തിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു വിനോദമാണിത്. അടിപൊളി. അപ്പോൾ ഇത് വിനോദം കൂടി ചേരുന്നൊരു സംഭവമാണ്. പാമ്പ് മാത്രമല്ല, ഇത്ര ഹൈറ്റ് ചെയ്യുന്ന സാധനം ഇല്ല, പോകുന്നവർ പതുക്കെ ഓരോ കല്ലുകൾ ഇളക്കിയിട്ട് ഒരു വിനോദസഞ്ചാരം കൂടെയുള്ള വഴിയാണ്, സംഭവമാണിത്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവാം നമ്മുടെ അതുപോലെ തോന്നി അല്ലേ? ആ മൂലയില്ലല്ലേ? ഇതിൽ അടിയിൽ താന്ന് പോകത്തില്ല. ആ മൂലയില്ലല്ലോ? ഉണ്ടോ? അവിടെ അല്ലേ? ഇവിടെ അല്ലേ? ഞാൻ കണ്ടില്ല, അവരും കണ്ടു. 2 സൈഡ് ഇവിടെ വെള്ളത്തിൻ്റെ സൈഡ് ഇങ്ങോട്ടാണ് പോകുന്നത്. ആ മൂലയ്ക്ക് പോയല്ലേ? ആ മൂലയ്ക്ക് എത്തി. അതാ അത്ര വലുതല്ല, ഒരു ഇടത്തരം, അത്ര വലിയ അണലിയല്ല. അപ്പോൾ കണ്ടു എന്തായാലും. അല്ല, അവന് ഒളിക്കാൻ പറ്റില്ല. ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാനല്ലോ, ഒളിക്കാൻ പറ്റില്ല. ഇതാ പോകണ്ട, മൂലയ്ക്ക് ഇരിക്കാനല്ലോ, ഒളിക്കാൻ പറ്റില്ല അവന്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം നമ്മൾ കണ്ടു, അണലിയാണ്, ചെറുതല്ല, ഇത്തിരി വലുതാണ്. പക്ഷേ ഇതിലുപരി ഈ അടുത്ത കാലത്ത് നമുക്ക് കടികൾ കിട്ടുന്നതെല്ലാം അണലിയുടെ ഫാമിലിയിൽപ്പെട്ട ഹംബിനോസർ പിറ്റ് വൈപ്പറിൻ്റെയൊക്കെയാണ്. കടിയേറ്റതെല്ലാം മരണം കൂടുതൽ സംഭവിക്കുന്നത് അണലിയുടെ കടിയേറ്റാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം മാത്രം ഏകദേശം 18ഓളം പേര് കേരളത്തിൽ പാമ്പടിയിട്ട് മരണപ്പെട്ട്. ഇപ്പോഴും ഈ മാസവും അതുപോലെ കടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. കയറിട്ട് കുരുക്കിയൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. അത് കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഇതൊന്നും ഇട്ട് പോകാം. കാരണം ഇതിലാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ചിലപ്പം കുരുങ്ങും. ഇത്രയും നേരം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വെള്ളത്തിൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ നേരം സ്ട്രെയിൻ ചെയ്തിങ്ങനെ നീന്തി ഒരു പരുവായി കാണും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതൊന്നും ഇട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇറങ്ങി നിന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി സേഫെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് വലയിൽ കുരുക്കിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാം. കാണുന്നില്ല? കാണാമോ? ഏത് മൂലയിൽ? അവിടെ പോയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് കെട്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണമായിരിക്കും നല്ലത്. നോക്കട്ടെ, ഇതൊന്ന് ഇറങ്ങാൻ കേട്ടോ. അല്ല, ഞാൻ ഇത് കെട്ടി ഇറങ്ങിയാലേ പറ്റും. ഒന്നറിയാം. അല്ലെങ്കിൽ നമുക്കത് ഇറങ്ങാതെ നമുക്ക് ചിലപ്പോൾ അത് തൊടിയുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അല്ല, അവിടെ ഇറങ്ങി സേഫായിട്ട് നിന്നാൽ, മേളിൽ നിൽക്കുന്നവരെ കയ്യിലൊന്നാ കുരുങ്ങിയാ കയറിയോ? കാണാമോ? കാണുന്നുണ്ടോ? അവിടെ പോയാ
ശരിയാ, ഒരു കുഴപ്പമുള്ളതെന്നറിയാം, ഒരു വലയിൽ ഉടക്കിയിരിക്കുകയാണ്. കുഴപ്പമല്ലേ? കാരണം എന്നറിയാം, ആ ഓലട അവിടുന്ന് പോയോ? ആ കറങ്ങി വരട്ടെ മണിക്കൂട്ടെ വാ, അടുത്ത മണിക്കൂർ ചക്കരെ വാ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, കാരണം എനിക്ക് ഇവിടെ നിന്ന് കണ്ടുകൂടാ. അപ്പോൾ താഴെ നിന്നാൽ എനിക്കത് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ വ്യക്തമായിട്ട് കണ്ടാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഇവിടെ വേറെ ആണോ എന്ന് ദൈവത്തിന് അറിയാം കേട്ടാ. പെട്ടെന്ന് വാ, സമയമില്ല, മഴ. ഓ വാ ചക്കരെ വാ, ഓടിയോ അണ്ണ ഇറങ്ങി വാ, മക്കൾ വാ. വാ ചക്കരെ. ഒരു കല്ലൂടെ വിട്ട് കൊടുക്കോ ആ മൂലയ്ക്ക്, ദേഹത്ത് വിടാതാ. ഇവിടെ വലുതിട്ടോളൂ മൂലയ്ക്ക്, ദേഹത്ത് വിടാതാ. വാ കാം. അത് നോക്കിയാൽ മനഃപൂർവ്വം പണിയണം. നോക്കിയാൽ മനഃപൂർവ്വം മഴ പെയ്യാൻ വേണ്ടി. ഇപ്പം നോക്കിയോ, ചക്കുടു വാ വാ. കം. ടൈമില്ല വാ മക്കളെ വാ, കം. എത്തിയാ കയറി വലിക്കട്ടെ. ഫുള്ള് കയറിയാ? ഈ മൂലല്ല ശരിയാ. ശരിയാ. ആ അടിപൊളി. ആച്ചാ നമ്മളെ കയറിയിട്ടുണ്ട്. തിരിച്ച് ചാടി പോകുമെന്ന് അറിഞ്ഞൂടാ. ചക്കേ അടിപൊളി. ഇതാ സൂപ്പർ. നമ്മളെന്തായാലും വെള്ളത്തിൽ വീണു, എന്നാലും നമ്മളെ കിട്ടി. അത്ര വലുതൊന്നുമല്ല, ചെറുത്. ഏകദേശം ഒരു 4 വയസ്സോളം പ്രായം വരുന്ന ആണല്ല പെണ്ണാണ്. ഇവിടെ നിന്ന് വിട്ടാകുമ്പോൾ പിന്നെ ചാടികളയും. അത് നമ്മൾ ഒരുപാട് പേര് നമുക്കിത് കാണാൻ വേണ്ടി മേളിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് പറ്റുമെങ്കിൽ മേപ്പോട്ട് ഇത് കൊണ്ട് കയറാനുള്ള ശ്രമിക്കുകയാണ്. നോക്കട്ടെ, ചാടി എന്ന് വിചാരിക്കുന്നില്ല. കയറിനകത്തോട്ട് ദാ പോണേ. അപ്പോൾ ഞാനെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാരും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്കിന്ന് കാണിക്കണം. കാരണം നേരം വെളുത്ത് പഞ്ചായത്തിലും കോർപ്പറേഷനൊക്കെ പണിയില്ലാത്തതുകൊണ്ട് എല്ലാം നേരം വെളുത്ത് ഇഞ്ഞ് പോന്ന് 6 മണി തൊട്ട് 2 എണ്ണം കൂടെ അവിടെ വന്നിരിക്കണം.
അമ്പട ചക്കോ അടിപൊളി. ഇവരിപ്പോൾ രാവിലെ തൊട്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമ്മൾ വരുന്നത് നോക്കി, അതുമാത്രം നമ്മൾ വന്നപ്പോൾ പെരുമഴയായിരുന്നു. ആ സമയത്തൊക്കെ അവർ ഇതിനെ വീഴ്ച ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് വളരെ സന്തോഷം. എന്താ പറയുക, ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറും സന്തോഷം. അപ്പോൾ നമുക്ക് ഇത് അണലിയാണ്, ചേനത്തണ്ടാണ്, വട്ടക്കൂറയാണ്. പക്ഷേ ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഞാൻ എപ്പോഴും വളരെ ലാഘവത്തോടെ പാമ്പിനെ കാണിക്കുന്നത് ഭയം മാറ്റാൻ വേണ്ടി മാത്രമാണ്. എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയുക, പാമ്പ് കടിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അറിയാലോ, എനിക്ക് തന്നെ കടികളുടെ എണ്ണം ഒരുപാടായി. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലേക്കും തിരിഞ്ഞ് കടിക്കാൻ കഴിവുള്ള ഒരാളാണ്. അതിലുപരി ഒരു സന്തോഷമുള്ളത്, ഏകദേശം 4 വയസ്സോളം പ്രായമുണ്ട്. ഈ വർഷം പ്രസവിച്ചിട്ടുണ്ട്. ഇവിടെയാണെന്ന് പറയാം. ഇനി പ്രസവിച്ച് വരുമ്പോൾ ഇവിടെയാണെന്നല്ല, മറ്റെവിടെയോ ആണ്. ഫീമെയിൽ പെണ്ണതി, നമുക്ക് തല ചെറുത്, ചുണ്ട് കൂർത്തിരിക്കുന്നു. വാലിൻ്റെ അഗ്രം ഉണ്ടല്ലോ, വാലിൻ്റെ അഗ്രത്തിന് നീളം കുറവാണ്. പ്രസവിച്ചു എന്ന് പറയാൻ അറിയില്ല. പ്രസവിക്കുന്ന പാമ്പുകളെ കാണുമ്പോൾ പാമ്പിനെ പിടുത്തക്കാർക്ക്, പാമ്പിനെ പിടിച്ച് പാമ്പ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നവർക്ക്, അല്ലാതെ എവിടെയെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവിടുന്നവർക്കല്ല. പാമ്പിനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക്, പാമ്പിനെ പിടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഫീമെയിൽ ഏതാണ് മെയിൽ ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും. എന്തായാലും ഇത് ഇത്രയും വലിയൊരു കിണറ്റിനകത്ത് ഇത്രയും ചെറിയ ഇത് വലുതൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന അണലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൈസിലാണ്. നമ്മൾ ഞെട്ടിയ പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് അണലിയെ കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അണലിയെ കിട്ടുന്നത്, ഞാൻ വായിച്ചിരിക്കുന്നത് ആസാമിലും ആന്ധ്രയിലൊക്കെ ഉള്ള അണലിയാണ് ഏറ്റവും വലുത്. പക്ഷേ അല്ല, തിരുവനന്തപുരം ജില്ലയിലെ എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് എനിക്കൊരു 10-11 വർഷം ആറാട്ടിയൊക്കെ തുടങ്ങി, ആറാട്ടിയൊക്കെ രൂപീകരിച്ച് ആറാട്ടിയായിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് റൺവേയിൽ നിന്ന് കിട്ടിയ ഒരു അണലി. അത് കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി. എൻ്റെ കൂടെ ഒന്ന് ആറാട്ടി റാപ്പിഡ് റെസ്പോൺസിബിലെ ഫോറസ്റ്റിൽ സാറന്മാരും ഞെട്ടിപ്പോൾ. അവർ ഇതുവരെ വനംവകുപ്പ് ജോലി ചെയ്തിട്ട് പെൻഷൻ ആവുന്നവർ ഇത്രയും വലിയ അണലിയെ കണ്ടിട്ട്, അത്രയും സൈസുള്ള അണലിയായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ഞാഞ്ഞൂലെന്ന് വേണമെങ്കിൽ പറയാം. അണലിയുടെ ഒരു പ്രത്യേകത, ചെറുതിലും വലുതിലും ഒക്കെ എന്താ പറയുക, പെട്ടെന്ന് ഏത് ഡയറക്ഷനിലും കടിക്കുന്ന, പെട്ടെന്ന് കടി കിട്ടുന്ന, അറിയാം. പാമ്പ് കടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു കാരണവശാലും ഭയപ്പെടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ചില ആൾക്കാർ പറയുന്നുണ്ട് കെട്ടരുത് എന്ന്. ശുദ്ധ മണ്ടത്തരമാണ്. കെട്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബലി കൊടുക്കും പോലെയാണ്. കാരണം ഒരു ആക്സിഡൻ്റ് അല്ല, വീണ് കാലൊടിഞ്ഞതല്ല, വീണ് കൈയൊടിഞ്ഞതല്ല, പനി വന്നിട്ടല്ല. ഇത് ഏത് നിമിഷവും നമ്മുടെ ഈ വെനം കടന്നു പോയിട്ട് നമ്മുടെ പാഴ്ചകൾ അപകടപ്പെടുത്തി നമ്മുടെ ഡെത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ പാമ്പ് വർഗ്ഗങ്ങൾ. അപ്പോൾ അണലി ഏറ്റവും വളരെ നമ്മുടെ വൃക്കകൾ തയ്യാറാക്കിക്കൊണ്ട് ബ്ലഡിൻ്റെ പമ്പിങ്ങിനെ നിർത്തിക്കൊണ്ട്, മൂത്ര തടസ്സം നിർത്തിക്കൊണ്ട് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവും, ഹാർട്ട് അറസ്റ്റ് വരും. പെട്ടെന്ന് നമുക്ക് അറിയാമല്ലോ, നമുക്ക് ശ്വാസം മുട്ടൽ മൂത്രമൊക്കെ പോകാതിരിക്കാൻ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും. പെട്ടെന്ന് അത് അറസ്റ്റ് ഉണ്ടാകും, ഇടത്തിലേക്ക് പോകും. നമുക്ക് ഏകദേശം 100% ഉറപ്പായിട്ട് പറഞ്ഞ് 2040 ആകുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ 0 ബൈറ്റ് പാമ്പ് കടി കിട്ടൂലെന്നുള്ളതല്ല, 0 ഡെത്ത്. കേരളത്തിൽ ഒരു പാമ്പ് കടിയേറ്റ് പോലും ഒരാൾ മരിക്കാൻ പോകുന്നില്ല. ആ രീതിയിലേക്ക് നമ്മുടെ സെർച്ച് വളരുന്നു. നമ്മൾ പാമ്പ് കടിയേറ്റ് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിനിടയിൽ, ഇപ്പോൾ നമുക്ക് ബ്ലഡ് പരിശോധിച്ച് 1 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടതില്ല. പാമ്പ് കടിയിലെ വിത്തിൻ സെക്കൻഡ്സിനിടയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏത് പാമ്പിൻ്റെ വെനമാണ് ശരീരത്തിൽ കടന്നു പോയെന്ന് അറിഞ്ഞ് നമുക്ക് മെഡിസിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. അതൊരു കിറ്റാണ്. അത് പ്രഗ്നൻസി കിറ്റ് പോലെ ഒരു കിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് 2030 അത് വിപണിയിലെത്തും. 2040 കഴിയുമ്പോൾ കേരളത്തിൽ ഒരാൾ പോലും പാമ്പ് കടിയില്ലെന്നുള്ള, പാമ്പടിയുടെ എണ്ണം കൂടുതൽ തന്നെ ആയിരിക്കും, മരണമുണ്ടാകില്ല എന്നുള്ളൊരു കണക്കുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് ചുമ്മാ ആരെങ്കിലും പറയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഒന്നുകൊണ്ട് കടിയില്ല എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട്, അതായത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ പഠനത്തിൻ്റെ ഒരു മെമ്പർ കൂടി ആയതുകൊണ്ട് ആണ് എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ കേരളത്തിൽ ഇനി ഒരു 36-40 ആകുമ്പോൾ ഒരൊറ്റ പാമ്പ് കടി മരണം ഉണ്ടാകാൻ പോകുന്നില്ല. കടികളുണ്ടാവും, അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് മെഡിസിൻ എടുത്ത് പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ കാണുക, നമ്മുടെ ഈ പെരുമഴയത്ത് നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ ഇത്രയും നേരം കുട പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും അധികം പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് ആൾ കുറവായിരുന്നു. അഥവാ അവരുന്ന് ഇതിനകത്തൊന്നും ഇനി കമന്ന് കിടന്ന് ആരെങ്കിലും അതിനകത്ത് പോയാലും ഇവർക്കും പണി, എനിക്കും പണി, നമുക്ക് എല്ലാവർക്കും പണിയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ കാണുക, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, യഥാർത്ഥത്തിൽ നമ്മൾ റസൽസ് വൈപ്പർ എന്ന് പറയുന്ന പാമ്പിൻ്റെ മലയാളം എല്ലാവരും പറയും അണലിയാണ്. യഥാർത്ഥത്തിൽ റസൽസ് വൈപ്പർ എന്ന് പറയുന്ന പാമ്പിൻ്റെ മലയാളം എന്ന് പറയുന്നത് രക്തധമനികളെ ബാധിക്കുന്ന, ഔഷധം കടിക്കുന്ന പാമ്പ് എന്നാണ്. കാരണം നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ തകരാറിലാക്കുന്ന വെനമാണ് ഇദ്ദേഹം ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഹീമോടോക്സിക്, കിഡ്നിയെ എഫക്ട് ചെയ്യുന്ന വെനമാണ് ഇദ്ദേഹം ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. അനുഭവിച്ചു 1, 2, 3, 4 ചിലപ്പോൾ മാസങ്ങൾ എടുത്തിട്ട് മരണം സംഭവിക്കും. അടുത്ത കാലത്ത് ഈ വർക്കിൽ ഇവിടെ അടുത്ത് നമുക്ക് എന്താ പറയുക, സക്കീർ ഹുസൈൻ മുർക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു, പ്രേം സലീം പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഒരു ഏരിയയിൽ എന്താ പറയുക, സ്റ്റാലിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട സ്ഥലം. ഈ അടുത്ത കാലത്ത് ചേച്ചി പട്ടാപ്പകൽ നടന്ന ചേച്ചി അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് കൊച്ചുമോൻ ഇവിടെ അഴൂർ കുറച്ചപ്പുറത്ത്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് അഴൂർ ഉറങ്ങിക്കിടന്ന കൊച്ചുമോൻ മുർക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് മരണം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവർക്ക് കൂടുതലും പാമ്പ് കടിയെക്കുറിച്ചും മറ്റ് അപകടങ്ങളെക്കുറിച്ചും ഇവർക്ക്
എന്താ പറയുക, നമ്മുടെ വാർഡ് പ്രതിനിധീകരിക്കുന്ന ഇവർക്കൊക്കെയാണ് അറിയാൻ പറ്റുക. ഒരാൾ പാമ്പ് ഇട്ടില്ലെങ്കിൽ പാമ്പ് പറമ്പിക്കാരിലൊക്കെ ആദ്യം ഇവരെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരാണ് മറ്റുള്ളവരെ വിളിക്കുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ വിളിക്കുന്ന ഇവരാണ്. അപ്പോൾ അണലിയുടെ ഡെലിവറി, അതായത് പ്രസവം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇനി കുഞ്ഞുങ്ങൾ ഏകദേശമൊക്കെ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അറിയാലോ, ഈ വർഷം നേരത്തെയാണ് ഇണചേരൽ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും നേരത്തെയാണ് ഇണചേരൽ തുടങ്ങിയിട്ടുള്ളത്. കാരണം നവംബർ പകുതി ആകുമ്പോൾ സാധാരണ മോർക്കനും അണലിയാണ് ചേരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. നവംബറിന് മുന്നേ സെപ്റ്റംബർ ലാസ്റ്റ് ആയ സമയത്തൊക്കെ ആ ഇണചേർന്ന് തുടങ്ങി. എനിക്ക് ആയൂരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ആക്കുളത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ കാട്ടിനകത്ത് കയറി രണ്ടുപേരും അവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് അണലിയുടെ പ്രസവമില്ല. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ, ഈ പുറത്തേക്ക് പോയ കുഞ്ഞുങ്ങൾ ഇനി ഇങ്ങനെ സഞ്ചരിച്ച് ഏതെങ്കിലും തൊണ്ടിനിടയിലോ വാഴയിലോ ചപ്പോറെ കൂട്ടി വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇതിപ്പോൾ 4 വയസ്സോളം പ്രായമുള്ള ചെറിയ അണലിയാണ്, അത്ര വലുതല്ല. പക്ഷേ അണലിയിൽ ചെറുതായാലും വലുതായാലും അപകടകാരിയാണ്. എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ കുപ്പിയിലാക്കുകയാണ്. ചേട്ടാ ബോട്ടിലിങ് തരാമോട്ടാ? മക്കളെ കയറിക്കോ. കുറേ നേരം നമ്മൾ വെള്ളം കുടിപ്പിച്ച് കുറേ മഴ നനയിപ്പിച്ച് നമ്മളെ പാവപ്പെട്ട മെമ്പർമാരെയൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് അവിടെ കാവിലെടുത്തിച്ച ആളാണ്. കയറിക്കോ ചക്കര കയറിക്കോ. അടപ്പൂടെ തരാമോ? അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചതിഥി 4 വയസ്സോളം പ്രായമുള്ള പെൺ അണലി അതിഥിയാണ്. പാമ്പിനെ ഭയപ്പെടേണ്ടതില്ല, പക്ഷേ മുൻകരുതലെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം. നമ്മൾ പറയുന്ന പാമ്പിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ച് നിങ്ങൾ വീട്ടിൽ വളർത്താനോ ഉമ്മ വെച്ച് വളർത്താനോ ഒക്കെ ബെഡ്റൂമിലിട്ട് വളർത്താനൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ച് നടന്ന് പോവുക, വടിയിട്ട് നടന്ന് നമ്മൾ നമ്മുടെ മെമ്പറൊക്കെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് കൂടെ ആളുകൾ പോകുന്നില്ല ഈ കാട്ടിനകത്ത്. എൻ്റെ അമ്മ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അവിടെ ഉണ്ടാവാതിരിക്കട്ടെ. എന്നാൽ വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വലിയ കിണറ്റിലകപ്പെട്ട അണലി അതിഥി എപ്പിടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഈ കിണറ്റിൽ വേറൊരു പഴയ ഓർമ്മ കൂടിയുണ്ട്. ഒരു 3-4 വർഷയുടെ കൊറോണ സമയത്ത് ആ പാമ്പ് ഇതിനകത്ത് അകപ്പെട്ടതാണ്. അതിൻ്റെ ആ പാമ്പ് അന്നുണ്ടായിരുന്ന എന്നെ വിളിച്ച പുള്ളിക്കാരൻ ഇപ്പോൾ ദുബായിലാണ്, 3 വർഷമായി പോയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കിണറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഈ കിണറ്റിൽ വരുന്നത്. അടുത്ത എപ്പിസോഡിൽ പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി, നമസ്തേ.